ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലും ഒട്ടും ഓക്കെ അല്ല. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരൊറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള നമസ്കാരം. ഈ ലോകം എത്ര മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ലോകത്ത് ഒരു കോണിലും സ്ത്രീകൾ സുരക്ഷിതരല്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ ആരും തന്നെ ഒട്ടും സുരക്ഷിതരല്ല. കൂട്ടത്തോടെ ആണെങ്കിലും, നമ്മളുടെ പേരൻസിന്റെ ഒപ്പമാണെങ്കിലും, ബന്ധുക്കളുടെ ഒപ്പമാണെങ്കിലും, സുഹൃത്തുക്കളുടെ ഒപ്പമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല. പിന്നെയല്ലേ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ. നമ്മൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന കഴുകന്മാരുടെ എണ്ണം കൂടുതലായിരിക്കും. നമ്മളെ ലക്ഷ്യം വെച്ച് നമ്മളുടെ ഒപ്പം നടക്കുന്ന കുറുക്കന്മാരുടെ എണ്ണവും കൂടുതലായിരിക്കും. ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. അങ്ങനൊരു അവസ്ഥയാണ്. സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും, സ്വന്തം സഹോദരന്റെ അടുത്ത് പോലും ഒരു സ്ത്രീ സുരക്ഷിതയല്ല. അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദുരനുഭവമെങ്കിലും നേരിടാത്ത ഒരു സ്ത്രീയും ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച പെൺകുട്ടി സുഹൈല AP എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. കുറെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണ്, ഒരു അവതാരകയാണ്, ഇന്റർവ്യൂവറാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫേമസ് ആണ്. കുറെ കൊളാബറേഷൻ വീഡിയോസും പരസ്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അത്യാവശ്യം ഇന്റർനെറ്റിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു റിസോർട്ടിൽ കൊളാബറേഷൻ ചെയ്യാൻ പോയപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിസ്സാരം ഒരു അനുഭവമല്ല. അതായത് നേരിടുന്നവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് കളയുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു ദുരനുഭവത്തിലൂടെയാണ് ആ പെൺകുട്ടി കടന്നുപോയത്. നമുക്കൊന്നും ഓർക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്കൊന്നും അത് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനൊരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആ ഒരു അനുഭവം കേട്ടപ്പോൾ ആലോചിച്ചു പോയത്. അത്രയും പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ഏതായാലും ആ പെൺകുട്ടി പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, പാലക്കുന്ന് കാസർഗോഡുള്ള പ്രോപ്പർട്ടിയിൽ കൊളാബറേഷൻ പേർപ്പസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ കൂടെ ചാനലിൽ ഉള്ള ആളുണ്ടായിരുന്നു. ചാനലിന്റെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് അപ്പം തന്നെ പോയി. അപ്പം ഞാൻ അവിടെ ചെക്ക് ഇൻ ചെയ്ത ടൈം എന്ന് പറയുന്നത് 2:53 PM ആണ്. ഈ കറക്റ്റ് ടൈം ഞാൻ പറയുന്നതിന്റെ പിന്നിലും കാര്യമുണ്ട്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ആ റൂമിന്റെ പുറത്ത് ഇറങ്ങിയില്ല. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഫുഡ് കൊണ്ടുതരുന്ന സമയത്ത് ഡോർ തുറന്ന് ഫുഡ് മേടിക്കാന്നല്ലാതെ വേറെ കാര്യത്തിന് പുറത്തിറങ്ങോ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ആ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടന്ന് ഏകദേശം ഒരു 12:45 സമയത്ത് എനിക്ക് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നു. അപ്പം എന്നെ ആ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല. ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു. അങ്ങനെ ഒരു 6-7 വട്ടം വന്നു. അപ്പം ഞാൻ ബ്ലോക്ക് ആക്കി. കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരുമില്ല. ഈ നമ്പർ എനിക്ക് പരിചയമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ്. ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ട്രാവൽ ചെയ്തതിന് ചെയ്യുന്ന കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത് അവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് ആയില്ല. ആരും എൻ്റെ റൂമിന്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു ആരതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി, ഇറങ്ങി വാടി, ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഷൗട്ട് ചെയ്ത് ഡോറ് തല്ലിപ്പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം. അപ്പം ഞാൻ പറഞ്ഞു ആരാണെങ്കിലും എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കടി, ഞാനാടി പോലീസിന് തുറക്കടി എന്നൊക്കെ വളരെ മോശമായ കുറെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു. അതെന്താ ഞാനിവിടെ പറയുന്നില്ല, വളരെ മോശമായ രീതിയിൽ. നമ്മൾ ഒറ്റയ്ക്കൊരു റൂമിൽ താമസിക്കുകയാണ്, അതും രാത്രിയാണ്. ആ സമയത്ത് നമുക്ക് പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് കോളുകൾ വരുവാണ്. ആ കോളുകൾ നമ്മൾ എടുക്കുന്നില്ല, കട്ടാക്കുന്നു. അതിനുശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളുടെ മുറിയുടെ വാതിലിൽ കണ്ടിന്യൂസ് ആയിട്ട് കൊട്ടുവാണ്. അതും അസഭ്യം പറഞ്ഞുകൊണ്ടാണ് കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പുരുഷനാണ് ആ ഒരു റൂമിലുള്ളതെങ്കിലും പേടിച്ചു പോകും. അപ്പൊ ഒരു സ്ത്രീയുടെ കാര്യം പറയേണ്ടതുണ്ടോ? കാരണം കതവ് തുറന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആ സ്ത്രീക്ക് സംഭവിക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അത്രയും പേടിപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയറിലൂടെ ആയിരിക്കും ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്നത്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഊഹിക്കാൻ പോലും പറ്റുന്നില്ല, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്തരം ഒരു അനുഭവത്തിലൂടെയാണ് സുഹൈല കടന്നുപോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോറ് തല്ലിപ്പൊളിക്കാനാണ് അവർ നോക്കുന്നത്. ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല. ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവതെന്ന് ഞാൻ പറയും. ആ സമയത്ത് ഒരു മാനസികാവസ്ഥ, എന്ത് സംഭവിക്കും, എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു. കാരണം ഡോർ എങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല.
ഇവര് ഒന്നോ രണ്ടോ വട്ടം മുട്ടിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു. കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, 2 വട്ടം മുട്ടി കുടിച്ചിട്ട് ബോധമില്ലാതെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ ഇവര് 1/4 മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു. റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട് മാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞത്, അങ്ങനെ ഇങ്ങനെ. ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത 2 പേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടുമ്പോൾ ഇവരെ മൈൻഡ് ആക്കാണ്ടിരിക്കുകയാണ്. ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേയില്ല. ഞാനാകെ എന്താണെന്ന് അറിയില്ല. അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. പോലീസുകാർ കറക്റ്റ് ടൈമിന് തന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി. അല്ല, ഡോറ് തുറന്നു പോയിരുന്നെങ്കിൽ എന്താവുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങി. ഇത് സത്യത്തില് ആ റിസോർട്ടുകാരും അതിന്റെ ഓണറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാണ്. അവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ നമ്പർ ഒരു പരിചയമില്ലാത്ത 2 പേർക്ക് എങ്ങനെ കിട്ടി? അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലുകാർ അല്ലെന്നുണ്ടെങ്കിൽ ആ റിസോർട്ടുകാർ കൊടുത്തതായിരിക്കും. എന്നിട്ട് 2 അപരിചിതരായിട്ടുള്ള വ്യക്തികളെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് വിടുകയാണ്. സാധാരണ രീതിയിൽ ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, ഒരു ഹോം സ്റ്റേ ആയിക്കോട്ടെ, റിസോർട്ട് ആയിക്കോട്ടെ, ഇതുപോലെ റിസപ്ഷനിൽ വന്നിട്ട് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവരെ ഒരിക്കലും കടത്തിവിടത്തില്ല. കാരണം അവിടെ താമസിക്കുന്ന ഗസ്റ്റുകളുടെ പ്രൈവസി എന്ന് പറയുന്നതാണ് ആ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊരു ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ ബന്ധുക്കളാണ് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരെ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഹോട്ടലുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസോർട്ടുകാരോ കടത്തി വിടുമോ? ഒരിക്കലും ഇടത്തില്ല. അവരാദ്യം എന്ത് ചെയ്യും? ഈ ഗസ്റ്റിനെ വിളിക്കും. ഗസ്റ്റ് കൊടുത്തേക്കുന്ന ഫോൺ നമ്പറിൽ ഗസ്റ്റിനെ വിളിക്കും. വിളിച്ചിട്ട് ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെ പരിചയമുണ്ടോ എന്നൊക്കെ തിരക്കി എല്ലാ കാര്യങ്ങളും തിരക്കിയതിനു ശേഷം മാത്രമേ അവരെ കടത്തിവിടത്തുള്ളൂ, ഈ ഗസ്റ്റിന്റെ അറിവോടുകൂടി. മാത്രമല്ല, ഗസ്റ്റിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യത്തില്ല. ഈവൻ പോലീസുകാർ വന്ന് ചോദിച്ചാൽ പോലും ഷെയർ ചെയ്യത്തില്ല. കൃത്യമായിട്ടുള്ള ഒരു വാറന്റോട് കൂടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് ഹാജരാക്കിയെങ്കിൽ മാത്രമേ പോലീസുകാർക്ക് പോലും ഇത് കൊടുക്കാവൂ, ഗസ്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാവൂ. അതാണ് ഹോട്ടൽ പോളിസി. അപ്പൊ ആ പോളിസിയും ഹോസ്പിറ്റാലിറ്റിയും എല്ലാം തെറ്റിച്ചു. എല്ലാ കാര്യങ്ങളും തെറ്റിച്ച് മനഃപൂർവ്വം ട്രാപ്പിലാക്കാൻ നോക്കിയത് തന്നെ ആയിരിക്കണം. കൊളാബറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തിയിട്ട് ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഹോട്ടലിലുള്ള ആൾക്കാർ തന്നെ ആ കൊച്ചിന്റെ നമ്പർ കൊടുത്ത് 2 പേരെ കടത്തിവിടുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? എല്ലാ സാഹചര്യത്തിലും ഇത്ര പെട്ടെന്ന് പോലീസുകാർ വരുമോ? വരത്തില്ല. മാത്രമല്ല, ഇപ്പം കുറെ ആൾക്കാർ ആ പെൺകുട്ടിയെ കുറ്റം പറയും. തന്നെ എന്തിനാണ് പോയി നിന്നത്, ഒറ്റയ്ക്ക് എന്തിനാണ് പോയി നിൽക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതായത് സിറ്റിയിലുള്ള ഒരു ഹോട്ടലാണ്, ഒരു റിസോർട്ടാണ്, അത്യാവശ്യം പേരും പ്രശസ്തിയും ഉള്ളൊരു ഹോട്ടൽ, എല്ലാ ആൾക്കാരും വരുന്ന ഒരു സ്ഥലം, ഗസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം. അങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് ലോക്കൽ ആയിട്ടുള്ളൊരു ഏരിയ അല്ല, അല്ലെന്നുണ്ടെങ്കിൽ നിഗൂഢമായിട്ടുള്ള അപരിചിതമായിട്ടുള്ളൊരു ഏരിയ അല്ല, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയ അല്ല. അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കാം. പക്ഷെ ഇത് ഇത്രയും സിറ്റിയിലുള്ള അടുത്ത് പോലീസ് സ്റ്റേഷനും അടുത്ത് റെയിൽവേ സ്റ്റേഷനും അടുത്ത് എല്ലാവിധ കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷിക്കാതെയാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയും എവിടെയും സുരക്ഷിതരല്ല. മാക്സിമം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്കൊക്കെ പോയി താമസിക്കുമ്പോൾ സൂക്ഷിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. ആരെങ്കിലും ഒപ്പം കൂട്ടുക. ഒപ്പം കൂട്ടിയാൽ പോലും നമുക്കൊന്നും സുരക്ഷിതത്വം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പോലീസുകാർ വന്നില്ലായിരുന്നുണ്ടെങ്കിലോ, കുറച്ചും കൂടി ദൂരെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ എത്രയും പെട്ടെന്ന് വരത്തില്ല. അവിടെ പോലീസുകാർ പെട്ടെന്ന് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി. അല്ല, ഡോറ് തുറന്നു പോയിരുന്നെങ്കിൽ എന്താവുമെന്ന് എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ 2 പേരും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ 2 വ്യക്തികളുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. അവരാരാ എന്താന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പർ ആണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി. പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ച് നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടുതലുള്ള ആളുടെ നമ്പറാണ്. അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാനാണെങ്കിൽ ഒരുവിധപ്പെട്ട സംസാരിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോൾ ഓണർ എടുത്തില്ല. എത്രയോ തവണ ഞാൻ വിളിച്ചു. ലാസ്റ്റ് ഇത് പ്രശ്നമായെന്ന് കണ്ടപ്പം ഓണർ എടുത്തു. എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും. കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ
ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത്. അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത്. ആ റിസോർട്ടിന്റെ ഓണറിന് ശരിക്കും എന്താണ് ബിസിനസ് എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ശരിക്കും ചെക്ക് ചെയ്യേണ്ടതിരിക്കുന്നു. കാരണം ഒരു ഫേമസ് ആയിട്ടുള്ള, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്ര സ്ത്രീകൾ ട്രാപ്പിലായിട്ടുണ്ടാകും, അയാളുടെ ട്രാപ്പിലായിട്ടുണ്ടാകും. നമ്മൾ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, ഒരു ഹോട്ടലിൽ അവരുടേതായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, അവരുടേതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. വരുന്ന ഗസ്റ്റുകളുടെ പ്രൈവസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ നമ്പർ ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നു. സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നു. എനിക്ക് അറിയാത്തത് മണ്ടന്മാരൊന്നും അല്ലല്ലോ. നമ്മുടെ സുഹൃത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ആ സുഹൃത്തിന്റെ കയ്യിൽ ഉണ്ടാകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്പർ കൊടുക്കത്തുള്ളൂ. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയല്ല ഒരു ഹോട്ടൽ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു റിസോർട്ട് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് പൂട്ടിക്കണം. ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം വന്നിട്ട് അപ്പം തന്നെ ആ ഒരു ഹോം സ്റ്റേ പൂട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. വേറെ അന്വേഷണമോ കാര്യങ്ങളോ ഒക്കെ തന്നെ അതൊക്കെ പിന്നീട്. ഈ ഹോട്ടലിന്റെ ആ ഒരു റിസോർട്ടിന്റെ ഓണർ ഉണ്ടല്ലോ, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും ചെക്ക് ചെയ്യണം. അയാൾക്ക് ഇതായിരിക്കും പരിപാടി. ഇങ്ങനെ പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് ഒറ്റയ്ക്കുണ്ട് എന്ന് തോന്നുന്ന പെൺകുട്ടികളുടെ നമ്പറൊക്കെ ഇതുപോലുള്ളവന്മാരുടെ കൊടുത്തിട്ട് ഇങ്ങനത്തെ പരിപാടി കാണിക്കലായിരിക്കും അവരുടെ പരിപാടി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഒരു റിസോർട്ട് തുറന്നങ്ങ് വെച്ചേക്കാണ്, ഒരു ഹോം സ്റ്റേ തുറന്നങ്ങ് വെച്ചേക്കാണ്. അവിടെ പോയി താമസിക്കുന്ന ബാക്കിയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തുവാകും? ഇനി അവിടെയൊക്കെ ക്യാമറ ഉണ്ടോ എന്ന് പോലും ചെക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ചുമ്മാ പറയുന്നതല്ല. നമ്മൾ വിചാരിക്കും ഇപ്പൊ ക്യാമറ ഡിറ്റക്ട് ചെയ്യാനൊക്കെ ഒരുപാട് സംവിധാനമുണ്ട്, അതുകൊണ്ട് ആരും വെക്കത്തില്ല. നമ്മളുടെ കയ്യിലൊരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിൽ അപ്പുറമുള്ള സംവിധാനങ്ങൾ ഇവന്മാരുടെ കയ്യിലൊക്കെ കാണും. പഠിച്ച കള്ളന്മാരാണ്. ഒരു പെൺകുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്ത്രീയെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും ഇവന്മാരൊക്കെ പോകും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ കുറെ എണ്ണം ഇപ്പൊ പറയും ആ പെങ്കൊച്ച് എന്തിനാ കൊളാബറേഷന് പോയത്, അവൾ എന്തിനാ ഒറ്റയ്ക്ക് താമസിച്ചത്, ഇങ്ങനൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നൊക്കെ പെൺകുട്ടികൾ എവിടെയെങ്കിലും പോയി അടച്ചു പൂട്ടി ഇരിക്കുക എന്നുള്ളതല്ല ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പെൺകുട്ടികൾ എപ്പോഴും റൂമിനകത്ത് അടച്ചു പൂട്ടി ഇരിക്കുക എന്നുള്ളതല്ല സൊല്യൂഷൻ. സത്യത്തിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു രോഗം വരുമ്പോൾ നമ്മൾ ശരീരത്തിനെയാണോ നശിപ്പിക്കുന്നത് അതോ രോഗത്തിനെയാണോ? നമ്മൾ രോഗം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്ന് കഴിക്കുന്നത് അല്ലേ? പക്ഷേ സൊസൈറ്റിയിൽ സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സൊസൈറ്റി നിർദ്ദേശിക്കുന്ന ഒരു മാർഗം എന്താണെന്നറിയാമോ? സ്ത്രീകളോട് അടച്ചുപൂട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് പറയും. യഥാർത്ഥത്തിലുള്ള രോഗത്തിനല്ല സൊസൈറ്റി മരുന്ന് പറയുന്നത്. ഇത്തരം കടി കൂടുതലുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഞരമ്പ് രോഗമുള്ള പുരുഷന്മാർക്കും ഇത്തരത്തിൽ സ്ത്രീകളെ ട്രാപ്പിലാക്കാൻ നടക്കുന്ന ഓണർമാർക്കുമൊക്കെ നല്ല മരുന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. അങ്ങനെ മരുന്ന് കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയും നാളും ഇങ്ങനെ സ്ഥിതി രൂക്ഷമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആണുങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാതെ ഒരു രക്ഷയുമില്ല. ഉറപ്പായിട്ടും ഇപ്പം കുറെ ആൾക്കാർ വന്ന് പറയുന്ന സൊല്യൂഷൻ അതായിരിക്കും. എന്തിനാ പെങ്കൊച്ച് പോയി അവിടെ? ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനൊരു ദുരനുഭവം എനിക്ക് നേരിടേണ്ടി വന്നു എന്നൊരു സ്ത്രീ പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നീ എന്തിനവിടെ പോയി? നീ എന്തിനവിടെ താമസിച്ചു? നീ അവിടെ പോയത് കൊണ്ടല്ലേ? നീ അവിടെ താമസിച്ചത് കൊണ്ടല്ലേ? എന്നാൽ അവിടെ വന്ന അവന്മാരോട് ചോദിക്കത്തില്ല നീ എന്തിനാ പോയെന്ന്. ഇവളോട് ചോദിക്കും നീ എന്തിനാ പോയെന്ന്. ഈ മെന്റാലിറ്റി ഒക്കെ മാറ്റാതെ യഥാർത്ഥ രോഗം എന്താണോ അതിന് മരുന്ന് കൊടുക്കാതെ ഒരു സ്ത്രീയും ഈ ലോകത്ത് സുരക്ഷിതരല്ല. എങ്കിൽ മാത്രമേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്വവും ഒക്കെ തന്നെ നടപ്പിലാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ എന്തുമാത്രം നിയമങ്ങൾ വന്നു, എത്രയൊക്കെ റൂൾസും റെഗുലേഷൻസും മാറി എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല.